ചെയ്യുന്നതിന് മുൻപ് മലയാളികളുടെ എല്ലാം കീഴടക്കിയ അത്രയ്ക്ക് ഗോർജിയസ് ആയിട്ടുള്ള വളരെ വണ്ടർഫുൾ ആക്ടർ ആയിട്ടുള്ള മലയാളികളുടെ മഹാസ്വകാര്യ അഹങ്കാരം ടൊവിനോ തോമസിനെ ഒരുപാട് സ്നേഹത്തിന്റെ കൈയടികളോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതൊക്കെയാണോ അറിയില്ല, ഞാനെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ടൊവിനോ തോമസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് തവണ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടെ കോഴിക്കോട് പല സിനിമകളായിട്ട് ഞങ്ങള് കേട്ടില്ല. അപ്പോ ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ ഭക്ഷണവും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണ്? ഏറ്റവും ഇഷ്ടം? ഈ കല്ലുമുക്കയെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. കഴിച്ചായിരുന്നോ ഇവിടെ വന്നിട്ട്? കഴിച്ചായിരുന്നോ? ഇപ്പൊ കഴിച്ചിട്ടില്ല, പക്ഷെ സ്ഥിരം കഴിക്കാറുണ്ട്. കഴിച്ചിട്ട്. അപ്പോ ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന് വന്നിരിക്കുന്നതല്ല. കാര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമ ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണ് ആ സിനിമ. മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന്. താങ്ക് യു. സോ ടൊവിനോ ചേട്ടാ, നമ്മുടെ അജയന്റെ രണ്ടാം മോഷണം എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ ഒന്നാമത്തെ മോഷണം എവിടെയായിരുന്നു, എന്തായിരുന്നു? സിനിമ കണ്ടില്ല അല്ലേ? സിനിമ കണ്ടാൽ മനസ്സിലാവും എന്നൊന്നും പറഞ്ഞു കൊടുക്കാമോ നിങ്ങൾ എല്ലാവരും കൂടെ? പ്ലീസ്. അത് സിനിമയിൽ എഴുതി കാണിക്കും. ഒന്നാം മോഷണവും രണ്ടാം മോഷണവും. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. ഇന്ന് രാത്രി കണ്ടാൽ മതി. നാളേക്ക് വെക്കണ്ട. ടിക്കറ്റ് ഇല്ല എന്നറിയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെക്കാളും സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. പക്ഷെ ഞങ്ങളോട് സ്നേഹമുള്ളവരോട് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നാളെയാണെങ്കിലും അത് കാണും എന്നെനിക്കറിയാം. നിങ്ങളുടെ ഓണത്തിന്റെ നിങ്ങളുടെ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ കൂട്ടുക, ഞങ്ങളുടെ പണത്തിനെയും കൂടെ കൂട്ടുക. അത് ഒരിക്കലും ഒരു നഷ്ടമാകില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളും ഇതിനോടകം കണ്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവാം, കാണാത്ത ആൾക്കാരുണ്ടാവാം. സമയമുണ്ട്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള കാര്യം. അത് കാരണോട് ഞാനായിട്ട് സിനിമയെ പറ്റിയിട്ട് അധികമായിട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ടീം അംഗങ്ങൾ എന്ന് തന്നെ വിളിക്കുക. ശിവരാജും ശിവജിത്തും ജിതിനും പിന്നെ വീണ്ടും ജിതിനും പിന്നെ സുരഭി, കൃതി ഷെട്ടി, സഞ്ജു, സുഹിതേട്ടൻ, ഹരീഷേട്ടൻ, ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ കാണാനും ഞങ്ങൾക്ക് തരുന്ന ഈ സ്നേഹത്തിന് ഒരു നന്ദി പറയാനും തുടർന്ന് അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷ നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ്. ഉണ്ടാവില്ലേ? അത് മതി. കോഴിക്കോട് വരുന്ന സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കോഴിക്കോട് വരാനായിട്ട് എല്ലാ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടും ഞാൻ കോഴിക്കോട് വരാറുണ്ട്. പിന്നെയും വീണ്ടും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം, സിനിമയുടെ പ്രമോഷനായിട്ട് കാണാം, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണാം. പിന്നെ എൻ്റെ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതും അതല്ലാതെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും ഇവിടെ വെച്ച് ഒരു നന്ദി പറയണം. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന് ചെയ്ത ഒരു സിനിമയാണ്. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാനും പറ്റും. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ആൽബമാണ്. അതിന് അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. സിനിമ ഇറങ്ങി, പക്ഷെ ആ സൗഹൃദം എന്നും നിലനിൽക്കും എന്നുള്ളത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ബാക്കി ഇനിയും കാണാം, സിനിമകൾ കാണും. കണ്ട് ഇഷ്ടപ്പെട്ടാൽ 4 പേരോട് പറയൂ ഞങ്ങളുടെ സിനിമ നല്ലതാണെന്ന്. ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്.